യെസ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സർക്കാർ ജോലി വാങ്ങുക നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണത്. ഈ ചാനലിൽ ഏകദേശം 20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലി വാങ്ങണം, ഒരു യൂണിഫോം ജോലി വാങ്ങണം എന്ന് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനലിലുള്ള വീഡിയോസൊക്കെ കണ്ട് നല്ല വൃത്തിയായി പഠിച്ചോളാം. ഈ വീഡിയോ ഞാൻ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം, ഒരു ജോലിയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് തന്നെ സർക്കാർ ജോലി കാര്യമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ വീഡിയോ ഒന്നിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ 21ാം വയസ്സിന് മുന്നേ നമുക്ക് നേടാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 21ാം വയസ്സിന് മുന്നേ ഒരു PSC ജോലി വാങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. നിങ്ങൾക്കറിയാം, 40 വയസ്സ് വരെ ആളുകൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ 21 വയസ്സിന് മുന്നേ എഴുതി ജോയിൻ ചെയ്ത് ജോലി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് 21 വയസ്സിന് മുൻപ്? അത് നമ്മൾ ആദ്യം ഒന്ന് പറയണം. ഒന്നാമത്തെ കാര്യം പ്രൊമോഷൻസ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രൊമോഷൻസ്. നിങ്ങൾ എത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നോ നിങ്ങൾക്ക് അത്രയും വലിയ പോസ്റ്റുകളിൽ എത്തിയതിന് ശേഷം റിട്ടയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ പ്രൊമോഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 18-19 വയസ്സിലൊക്കെ ഒരു ജോലിയിൽ കയറുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ റിട്ടയർ ആവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലായിരിക്കും എന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു കുട്ടി അയാളുടെ ടീനേജ് കാലഘട്ടം കഴിഞ്ഞ് 18ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയാൾ ഫേസ് ചെയ്യാനുണ്ട്. ആ സമയത്ത് സാമ്പത്തികമായ പിരിമുറുക്കുണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാമ്പത്തികമായുള്ള ഫ്രീഡം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സർക്കാർ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് സർക്കാർ ജോലി? മറ്റ് ജോലികൾക്കൊന്നും യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് കൃത്യമായൊരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമൂഹത്തിൽ പിന്നിലായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി ഒരു 21 വയസ്സിന് മുൻപ് വാങ്ങുക എന്നുള്ളത് ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹത്തിലേക്ക് കടക്കാം. അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ജോലികൾ 3 കഷ്ണങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ്, 3 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ്. ആ 3 ജോലി സെറ്റിനെ പറ്റി ഞാൻ കൃത്യമായി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേതാണ് നിങ്ങൾക്ക് ആഗ്രഹം, ഏതിനാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു അവസരത്തിനെ പറ്റിയാണ് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, അഫ്കാറ്റ് എന്ന് പറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ഞാൻ ഈ ചാനലിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിഗ്രിയുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഇനി എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിലോ ഒക്കെ ഞാൻ ഈ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു പോവാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വഴികൾ, അല്ലെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് യൂണിഫോം പോസ്റ്റുകളാണ്. യൂണിഫോം പോസ്റ്റുകളിൽ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഈ ചാനലിൽ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഡിഫൻസ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. അതായത് ഈ ആർമി അല്ലെങ്കിൽ നേവി സൈഡിൽ തന്നെയാണ് ഈ ജോലികൾ എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല. അതല്ലാത്ത പാരാമിലിറ്ററി ഫോഴ്സുകളിലൊക്കെ നമുക്ക് കോൺസ്റ്റബിൾ മുതൽ സബ് ഇൻസ്പെക്ടർ പോലുള്ള ഒരുപാട് പോസ്റ്റുകൾ ഈ ഒരു സ്ഥലത്തുനിന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ യൂണിഫോം പോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്, ഒരു 18 വയസ്സ് 19 വയസ്സ് 20 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മനസ്സിലാക്കണം. ഇനി അല്ലാത്തത് ക്ലറിക്കൽ പോസ്റ്റുകളാണ്. നമ്മളൊരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്ലറിക്കൽ ജോലിയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്. ഇനി കുറച്ച് ടെക്നിക്കൽ സ്കില്ലുള്ള ആളാണ്, ടെക്നിക്കൽ നോളജുള്ള ആളാണ്, ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം. ഒന്നാമത്തത് യൂണിഫോം പോസ്റ്റാണ്. യൂണിഫോം പോസ്റ്റിലെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? NDA ഉണ്ട്. NDA +2 കഴിഞ്ഞ്, അതായത് +2 സയൻസ് സ്ട്രീം എടുത്തിട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എഴുതുന്ന പരീക്ഷയാണ് NDA വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രായപരിധിയാണ് പ്രധാനപ്പെട്ടതാകുന്നത്. 19.5 വയസ്സ് വരെ മാത്രമേ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയുള്ളൂ. ഈ 19.5 വയസ്സിൽ ഒരു കുട്ടീൻ്റെ അയാളുടെ പ്രൊഫഷനോടുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഭൂരിഭാഗം പേരും എന്തായിരിക്കില്ല, ഇതിനെപ്പറ്റി കൺസേൺ ആയിരിക്കും. അവർക്കൊരു സീരിയസ്നെസ് ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഈ ഒരു NDA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഫൻസ് സൈഡിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്.
അപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് കാണാം. പക്ഷേ ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ +2 സയൻസിന് മാത്രമേ പറ്റുള്ളൂ. അതിൽ ആ സയൻസ് സബ്ജക്റ്റൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എന്നാൽ അടുത്തൊരു സെറ്റാണ് അഗ്നിവീർ. ഈ ഇടയായിട്ട് വാർത്തകളിലൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ഫോഴ്സാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. നമ്മുടെ ആർമിയിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. എന്നാൽ അത് നമുക്കൊരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പലരും അതില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ പോലും നമുക്ക് എളുപ്പത്തിൽ വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു ജോലിയാണത്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ 21 വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം തന്നെ കുട്ടികൾ സീരിയസ് ആയി വരുമ്പോഴേക്കും ഏജ് ഓവറായി പോകുന്നൊരു അവസ്ഥ എവിടെയുണ്ട്. അതും പക്ഷേ നല്ലൊരു അവസരം തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കണം. അത് കഴിഞ്ഞ അടുത്തതാണ് SSC GD കോൺസ്റ്റബിൾ. ഏറ്റവും കൂടുതൽ വേക്കൻസി ഇന്ത്യയിൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു പരീക്ഷയാണ് ഈ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. 18 മുതൽ 23 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് എഴുതാൻ സാധിക്കുക. എന്നാൽ കുട്ടികളുടെ പ്രശ്നം അവർ 21ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിലോ ഒക്കെയാണ്. അത് അവരെ ഏജ് ഓവർ ആവാനാവുന്ന കാലഘട്ടത്തിലാണ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഒരു തവണ പരീക്ഷ എഴുതുമ്പോഴേക്കും ഏജ് ഓവർ ആയിപ്പോവും. അപ്പോൾ ആ ഒരു തവണ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ കയറി പോകാറുണ്ടെങ്കിൽ പോലും അവിടെ ഒറ്റ ചാൻസേ ഉള്ളൂ എന്നുള്ള ടെൻഷൻ നമ്മളെ കാര്യമായി അലട്ടും. അപ്പോൾ അത്തരത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നു, GD കോൺസ്റ്റബിളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ 18ാം വയസ്സിൽ എന്ത് ചെയ്യുമായിരുന്നു ആലോചിച്ച് നോക്കണം. ഇപ്പോൾ 23, 24 വയസ്സായിട്ട് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യം 18ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നാണ്. ഇപ്പോൾ 18 വയസ്സും 19 വയസ്സും ഒക്കെ ആയി നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല അവസരമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അന്ന് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. പക്ഷേ എനിക്കത് പ്രിപ്പയർ ചെയ്യാനൊന്നും തോന്നിയില്ല. അന്ന് ഞാൻ ഡിഗ്രി എടുക്കാൻ പോയി, അല്ലെങ്കിൽ അന്ന് ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി. ഇപ്പോൾ അതിന് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നല്ല നിലയ്ക്കുള്ള ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ SSC GD വഴി സാധിക്കുമെന്ന് മനസ്സിലാക്കണം. പരമാവധി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, അത് തന്നെയാണ് അവിടുത്തെ സ്ട്രാറ്റജി. പഠിക്കാൻ എളുപ്പമാണ്, സബ്ജക്റ്റ് എളുപ്പമാണ്. നമ്മൾ ഈ NDA ഒന്നും പറഞ്ഞതുപോലെ നിങ്ങൾ സയൻസ് സബ്ജക്റ്റിലൊക്കെ ഒരുപാട് ഇരുന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആപ്റ്റിറ്റ്യൂഡാണ്, കോമൺ ആപ്റ്റിറ്റ്യൂഡാണ് കൂടുതലുള്ളത്, ഇംഗ്ലീഷാണുള്ളത്, GK ആണുള്ളത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ആദ്യമായി കാണുന്ന ആളുകൾ SSC GD കോൺസ്റ്റബിൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളൊരു പരീക്ഷയാണെന്ന് ഓർത്ത് വെച്ചോളുക. അടുത്തതാണ് നേവിക്കിൻ്റെ, കോസ്റ്റ് ഗാർഡിൻ്റെ നേവിക്ക് എക്സാം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളെ എടുക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരുപാട് കുട്ടികൾ ക്ലിയർ ചെയ്ത് പോയിട്ടുള്ള പരീക്ഷയാണ്. ഇതിന് 22 വയസ്സ് വരെ മാത്രമാണ് എന്നുള്ളത് ഏജ് ലിമിറ്റ് ഉള്ളത്. ഏജ് 22 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എഴുതാൻ കഴിയില്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് ജനറൽ കാറ്റഗറീൻ്റെ കേസിലാണ് കേട്ടോ. നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു 3 വർഷത്തിൻ്റെ വ്യത്യാസം കിട്ടും. അതായത് SSC GD ആണെങ്കിൽ 23 വയസ്സല്ല 26 വയസ്സ് വരെ എഴുതാൻ കഴിയും OBC ആണെങ്കിൽ. ഇനി ഈവൻ നിങ്ങൾ SC ST ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലാക്സേഷൻ കിട്ടും, 5 വർഷം വരെ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് തരുന്നത് നിങ്ങൾക്ക് അവസരങ്ങളായിട്ട് തരികയാണ്. ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ക്ലറിക്കൽ പോസ്റ്റുകളാണ്. ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. ഈ ആംഡ് ഫോഴ്സസ് പോലെയോ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് പോലെയോ അല്ല ക്ലറിക്കൽ പോസ്റ്റ്. അവിടേക്ക് കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, നേരത്തെ ഒന്നും സ്ഥലത്ത് സീരിയസ് പ്രിപ്പറേഷൻ വേണ്ട എന്നല്ല പറയുന്നത്, എന്നാൽ അവിടത്തേതിനേക്കാൾ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ക്ലറിക്കൽ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് വേണ്ടത്. അതിൽ ഓരോ പോസ്റ്റുകളിൽ നിങ്ങൾ മനസ്സിലാക്കണം CHSL, SSCയുടെ തന്നെ CHSL പരീക്ഷയുണ്ട്. SSC എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. പരീക്ഷയാണ് അവർ നടത്തുക. അതിൽ CHSL പരീക്ഷ 27 വയസ്സ് വരെ എഴുതാൻ കഴിയും. +2 ആണ് ക്വാളിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പരീക്ഷകളൊക്കെ 10th ക്വാളിഫിക്കേഷനുള്ള പരീക്ഷകളൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു പരീക്ഷേൻ്റെ ക്വാളിഫിക്കേഷൻ 12th ആണ്. അത്യാവശ്യം നന്നായി പഠിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തതാണ് സ്റ്റെനോഗ്രാഫർ. സ്റ്റെനോഗ്രാഫറിന് നിങ്ങൾക്കൊരു സ്കില്ല് ആവശ്യമാണ്. സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, പക്ഷേ സ്കില്ല് ആവശ്യമാണ്. സ്റ്റെനോഗ്രഫി നിങ്ങൾ ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെനോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു സ്കില്ലും നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റെനോഗ്രഫി അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ 27 വയസ്സ് വരെ സ്റ്റെനോഗ്രഫി അറിയാവുന്ന 27 വയസ്സൊക്കെ ഉള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതൊന്ന് വൃത്തിയായി പഠിച്ചെടുക്കാൻ നിങ്ങൾ ഇപ്പോഴേ ശ്രമിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് എന്ന് ഓർത്തോണം. 18 വയസ്സ് മുതൽ തുടങ്ങാം. 12th പാസ് മാത്രമാണ് അവിടെ വേണ്ടത്, ഡിഗ്രീൻ്റെ ആവശ്യമില്ല. ഇനി RRB NTPC ഉണ്ട്. NTPC റെയിൽവേയിലുള്ള NTPC ജോലികളുണ്ട്, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ജോലികളുണ്ട് റെയിൽവേയിലെ. ആ ജോലികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 12th മാത്രം പാസ്സായാൽ മതി. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ടൈപ്പിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ റെയിൽവേയിലെ ടൈപ്പിസ്റ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 ആണ് ആവശ്യമുള്ളത്. +2 ആവശ്യമാണെന്ന് മാത്രമല്ല 18 വയസ്സ് മുതൽ എഴുതി തുടങ്ങാം.
30 വയസ്സ് വരെ എഴുതുക എന്നുള്ളത് സത്യത്തിൽ ഒരു ഡീമെറിറ്റ് ആയിട്ട് വേണം കാണാൻ. കാരണം ഒരുപാട് ആളുകൾ അവിടെ പരീക്ഷ എഴുതാൻ വരും, അതായത് പ്രായമായ ആളുകൾ വരും. അവർക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും, ലൈഫുമായിട്ട് അവർക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും, അവർ കുറച്ചും കൂടെ സീരിയസ് ആയി പഠിക്കും. അപ്പം നേരത്തെ പോലെ കുട്ടികളോടല്ല ഇവിടെ കോമ്പറ്റീഷൻ, ഇവിടെ കുറച്ചും കൂടെ മുതിർന്നവരായിട്ടുള്ള കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് മോശമൊന്നും അല്ല കേട്ടോ. നമ്മൾ എത്ര കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടാണെങ്കിലും ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ പഠിച്ച് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും എന്ന് ഓർത്തോണം. ഇനി NTPCയിൽ തന്നെ TC ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ആവാനും സിമിലർ തന്നെയാണ് ഏജ് ലിമിറ്റൊക്കെ വരുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എന്നുള്ളത് ഓർത്തോളാം. +2 മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ആവശ്യം. മൂന്നാമത്തെ കാറ്റഗറി ടെക്നിക്കലാണ്. ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതല്ല, ചില പ്രത്യേക ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം പറയാണ്, ഇവിടെ ലോക്കോ പൈലറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ലോക്കോ പൈലറ്റ് ഒരു പ്രധാനപ്പെട്ട ജോലി തരുന്ന ഒരു പോസ്റ്റാണ് ലോക്കോ പൈലറ്റ്. +2 ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ ITI ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ITI അല്ലെങ്കിൽ പോളി അല്ലെങ്കിൽ BTech. BTech ഉണ്ടെങ്കിലും പറ്റും, BTech ഇല്ലെങ്കിലും കുഴപ്പമില്ല. ITI പോളിയൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ALP എന്നുള്ള കാര്യം ഓർത്തോണം. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് ഗ്രൂപ്പ് D ആണ്. ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. പക്ഷേ അതിൻ്റെ ഏജ് ലിമിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. 18 മുതൽ 33 വയസ്സ് വരെയുള്ള എല്ലാവരും എഴുതും. അപ്പോൾ അവിടെ 33 വയസ്സ് വരെയുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ 18ാമത്തെ വയസ്സിൽ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു സാധനമാണ് GDS. നിങ്ങൾ കുറേ ആളുകൾ കേട്ടിട്ടുണ്ടാവും GDS. നമ്മളെ നാട്ടിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ച് പരീക്ഷയൊന്നും ഇല്ലാതെ എഴുതാൻ കഴിയുന്ന ഒരു ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ അകത്തുള്ള ഒരു പോസ്റ്റാണ് GDS, ഗ്രാമീണ ഡാക്ക് സേവക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മളെ നാട്ടിലുള്ള പോസ്റ്റ്മാൻ. ആ പോസ്റ്റ്മാൻ എന്നുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് വേണ്ടത്. 10ാം ക്ലാസ് യോഗ്യതയല്ല, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ മാർക്കിനനുസരിച്ച് നമുക്ക് ജോലി തരും. 10ാം ക്ലാസ്സിലെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലി തരികയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ തന്നെ ജോലി ഉണ്ടാവുക, നിങ്ങളുടെ പോസ്റ്റിങ്ങിനനുസരിച്ച് ചില സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറോ ഒക്കെ ജോലി ചെയ്താൽ മതിയാവും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം സാലറിയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജോലികൾക്കൊക്കെ 40,000-ൽ കൂടുതലൊക്കെ സാലറി കിട്ടുമ്പോൾ ഇവിടുത്തെ സാലറി ഒരു 15,000 അല്ലെങ്കിൽ ഒരു 10,000, ഒരു 10K റേഞ്ചിൽ, ഒരു 10,000-ത്തിനടുത്തുള്ള റേഞ്ചിലാണ് സാലറി ഉണ്ടാവുക. നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സാലറി വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റ് പോസ്റ്റുകളിലൊക്കെ ഓരോ പോസ്റ്റിലുള്ള ഡീമെറിറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെറിറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു യങ് സൈഡിലാണ്, 18 വയസ്സാണ്, 19 വയസ്സാണ്, 17 വയസ്സാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ആഗ്രഹം ഉണ്ടെങ്കിൽ യൂണിഫോം പോസ്റ്റുകളിലേക്ക് പോവുക. ഇനി അതല്ല, നിങ്ങൾ ക്ലറിക്കൽ പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചുകളാ, ഇതിന് വേണ്ടിയിട്ട് പഠിക്കുക. ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂടെ എഴുതുന്ന ആളുകളുടെ പ്രായമാണ്. ഓക്കെ, അതാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടോ പരീക്ഷയായി ബന്ധപ്പെട്ടോ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മറക്കരുത്, എപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഈ ഗവൺമെൻറ് ജോലികളുടെ പ്രത്യേകത അതാണ്. നിങ്ങൾ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.